എത്താ പെണ്ണുങ്ങളെ കൊറേ ആയല്ലോ നിങ്ങളൊക്കെ കണ്ടിട്ട്. എത്താ ഇങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ വരുന്നു കുറുവാസംഘങ്ങൾ എന്ന് പറഞ്ഞ മനസ്സിനെ കണ്ണിന്റെ പോളെ കിടന്നുറങ്ങാനായിക്കുണ്ടാ. വല്ലാത്തൊരു കാലഘട്ടം തന്നെയല്ലേ. പെരന്റെ ഔത്ത് കുത്തിറക്കാനും വെച്ച, പെരീന്ന് പുറത്തിറങ്ങാനും വെച്ചാത്തൊരു അവസ്ഥ. ഏതായാലും നമ്മളെ നാട്ടിൽ അതൊക്കെ കേൾക്കുന്നുണ്ട്. വാട്സപ്പ് എടുത്ത് തുറന്നാല് കുറുവാസംഘം അവിടെ കുത്തിപ്പൊളിച്ചു, ഇവിടെ തുറന്നു എന്നൊക്കെ പറഞ്ഞു. നേരം വലത്തേക്ക് ജമീലൊക്കെ എത്തത് വന്നീനു. ഓള് പറയണേ, പൊന്നാരെ ഇജ്ജ് അറിഞ്ഞക്കണ എന്റെ തൊടുത്ത തേങ്ങി മാങ്ങൊക്കെ പെത്തിക്കൊണ്ടുപോയി. ഞാൻ ചോദിച്ചേ ആരാ ജമീല അതൊക്കെ കട്ടുണ്ടായത്. ജമീല പറയണേ, എന്റെ മക്കൾ പറഞ്ഞപ്പോഴും കുറുവാസംഘം കൊണ്ടായതാണ്. അതേപോലെ തന്നെ ജമീലാന്റെ പേസിലുള്ള കായ് പോവുക, പിന്നെ മോതിരൊക്കെ ഉണ്ടായിരുന്നല്ലോ അതും പോവുന്നുണ്ട്. അപ്പോൾ മക്കൾ പറഞ്ഞിട്ടാണ് കുറുവാസംഘാണ്. ഏതായാലും പൊന്നാര മക്കളെ, നാട്ടിൽ അടക്കും തേങ്ങയും കക്കണോൽക്ക് ഏതായാലും ഒരു സമാധാനം ഉണ്ടാവും. കുറുവാസംഘം വന്നിട്ടേ പിന്നെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് പൊന്നും പണ്ടൊക്കെ ഉണ്ടാവും. ഒരു കുടുംബത്തിലോ കൂട്ടത്തിലോ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഉള്ള പണ്ട മുഴുവനും മേത്തിടാഞ്ഞാൽ ഓള് കല്യാണത്തിന് ഇറങ്ങൂല. എന്നിട്ട് അത് നാലാള് കണ്ട് അത് നോക്കി വെച്ചിക്കാണ്ട് പേരെയും കൂടി അഡ്രസ്സൊക്കെ തപ്പി പിടിച്ചുകാണ്ടാണ് ഈ കുറുവാസംഘങ്ങളൊക്കെ വരുന്നത്. അപ്പൊ പൊന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ല ബാങ്കർ ലോക്കർക്കൊക്കെ മാറ്റിക്കൂടി, അതാണ് ഇപ്പൊ സേഫ്. എന്റെ ഒരു ചങ്ങാഴ്ചയുണ്ട് അസ്മാബി, ഓൾ ഇന്നലെ വിളിച്ചപ്പത്തെ പറഞ്ഞത് വെച്ചാലേ, കെട്ടിയ മാപ്പിളാരെ എത്തിയെങ്കിലും ആവശ്യത്തിന് പൊന്ന് കൊടുക്കാനിട്ടാണ് ഈ കുറുവാസംഘം എന്ന് പറഞ്ഞ പരീക്ഷണം വരുന്നത് ഞമ്മക്ക്. കുറുവാസംഘങ്ങളെ പുറത്ത് പൈപ്പ് തിരിച്ചിടുക, കുട്ടികളെ കൊണ്ട് നെല്ലുവെളിപ്പിച്ചുക, അങ്ങനെ ആക്കിക്കാണ്ട് ഞമ്മളാരും പുറത്തിറങ്ങുമ്പോ തലക്കണ്ടടിച്ച് തീർന്നില്ലേ, കാര്യങ്ങളൊക്കെ തീർന്നില്ലേ. അപ്പൊ നീ സൂക്ഷിച്ചും കണ്ടൊക്കെ നീ നിന്നോളേണ്ടി. പിന്നെ അയൽവാസികളായിട്ടൊക്കെ നല്ല ഒരു പെരുമാറ്റത്തിലും ഓരോ ഫോൺ നമ്പറൊക്കെ നമ്മൾ ഫോണിൽ വേണം. അങ്ങനെയാണ് ഇത് മുന്നിക്ക് പോകേണ്ടത്. എന്റെ അഭിപ്രായത്തിലേ ഇനി പെൺകുട്ടികളെ കെട്ടിച്ചാണെങ്കിലേ പൊന്നും പണ്ടൊന്നല്ല കൊടുക്കേണ്ടത്. ഓൾക്ക് പൊന്നും പണ്ടം കണക്കാക്കി വെച്ച കായോണ്ട് സ്ഥലമാണ് വാങ്ങിക്കൊടുക്കുക. അതാവുമ്പോ ആരും ചെത്തി കോരിയൊന്നും കൊണ്ടുപോകില്ലല്ലോ. പെണ്ണുങ്ങളോട് പറയാനുള്ളതേ, രാത്രി കുട്ടികളെ മക്കളൊക്കെ കിടന്നുറങ്ങിയതിന്റെ ശേഷം ഉണ്ടല്ലോ, ഹാവൂ നല്ല റാഹത്തായി ഇനിയിപ്പോ ഫോണും വന്ന് കുത്തിറക്കാന്നും പറഞ്ഞ അങ്ങനെ തോണ്ടിയുള്ള റീൽസും വീൽസൊക്കെ കണ്ടുക്കാണ്ടേ പെണ്ണുങ്ങൾക്ക് തമരില്ലാതൊരു ഉറക്കാണ്. പിന്നെ ഒരാൾ വിളിച്ചാലും അസറായി വിളിച്ചാലും വരെ നീച്ചരില്ല, ആ ജാതി കിടന്നുറങ്ങല്. പൊന്നാര മക്കളെ, ജനവാതിൽ അടിച്ചക്കണ നോക്കി, അപ്പോ വാതിൽ അടിച്ചക്കണ നോക്കണം. ഇതൊക്കെ നോക്കി എല്ലാം റെഡിയാക്കിയതിന്റെ ശേഷം ഇനി ഒരു കണ്ണും ദിക്കൊക്കെ ഇനി പെണ്ണുങ്ങൾക്ക് വേണം.